ദേശീയപാത അതോറിറ്റിയുടെ ഓഫീസിലേക്ക് ഒരു വെറൈറ്റി പ്രതിഷേധം അരങ്ങേറിയിട്ടുണ്ട്. എങ്ങനെ പ്രതിഷേധിക്കാതിരിക്കും? തെക്കൻ കേരളത്തിൽ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ റോഡിലിറങ്ങുന്ന ജനങ്ങൾക്ക് ദുരിതക്കയമാണ്. അത് റോഡ് നിർമ്മാണത്തിലെ അപാകത ആയിക്കോട്ടെ, അല്ലെങ്കിൽ റോഡ് നിർമ്മാണം നടക്കുന്ന ഇടങ്ങളിലെ സർവീസ് റോഡുകളുടെ മെയിൻ്റനൻസ് തീർക്കാത്തതിന്റെ പ്രശ്നമായിക്കോട്ടെ, സ്ട്രീറ്റ് ലൈറ്റ് പ്രശ്നമായിക്കോട്ടെ, റോഡിന് ഇരുവശത്തെ കാട് വെട്ടിത്തെളിക്കാത്തതിന്റെ പ്രശ്നമാകട്ടെ, ഓട ക്ലീൻ ചെയ്യാത്തതിന്റെ പ്രശ്നമാകട്ടെ, ആ വീഴ്ചകളുടെ ഭാഗമായി ജനങ്ങൾ നിരന്തരം അപകടത്തിൽപ്പെടുകയോ അവർക്ക് അതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ചില്ലറയല്ല. അത് എത്ര പരാതി കൊടുത്തിട്ടും ഇവർ ചെവി കൊള്ളാതെ വന്നപ്പോഴാണ് ഇന്ന് പുനലൂരിൽ കേരള കോൺഗ്രസിന്റെ യുവജന നേതാവായിട്ടുള്ള ചെറുപ്പക്കാരൻ ഒരു 8ന്റെ പണി കൊടുത്തത്. നോക്കി കണ്ടില്ലേ? കാട് വെട്ടിത്തെളിക്കുന്നതിന് പ്രതീകാത്മക പ്രതിഷേധം. ഒരു ചാക്ക് പുല്ലും വെട്ടി നേരെ ദേശീയപാത അതോറിറ്റിയുടെ ഓഫീസിലേക്ക് ചെന്നു. ആ ചാക്ക് പുല്ല് മുഴുവൻ ആ ഓഫീസിന് മുന്നിൽ അങ്ങ് തട്ടി വെച്ചിട്ട് അതിന്റെ മുന്നിൽ ഇരുന്ന് പ്രതിഷേധം. കാര്യം ഈ അടുത്ത ദിവസമാണ് പുനലൂരിന് സമീപം കാട് വെട്ടിത്തെളിക്കാത്തതിനെ തുടർന്ന് വളവിൽ വെച്ചിട്ട് ഒരു ചെറുപ്പക്കാരന് അപകടത്തിൽ ദാരുണ അന്ത്യമുണ്ടായത്. അത് പുനലൂരിൽ മാത്രമല്ല, ഇങ്ങത് കഴക്കൂട്ടം വരെ എത്തുമ്പോഴും ആ പ്രശ്നം അതിഗുരുതരമാണ്. പലതവണ പരാതിപ്പെട്ടിട്ടും റോഡ് നിർമ്മാണവും പാലത്തിന്റെ നിർമ്മാണവും നടക്കുമ്പോൾ താഴേക്കിടയിൽ ഈ മഴക്കാലത്ത് പോലും റോഡുകൾ കൃത്യമായി ടാർ ചെയ്തിട്ട് കൊടുക്കാതെ കുണ്ടും കുഴിയുമാക്കിയിട്ട് ജനങ്ങൾക്ക് അപകടക്കുഴി ഉണ്ടാക്കിയിരിക്കുന്നു. ജനങ്ങളുടെ ജീവൻ ഒരു വിലയും കൽപ്പിക്കാത്ത രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനം നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ചിലയിടങ്ങളിൽ പ്രതികരണം ഉണ്ടാകും. ആ നിലയ്ക്കാണ് ഈ ഒരു പ്രതികരണം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത്. സമ്മാനങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ ഇരിക്കട്ടെ, അയാൾ ഇവിടെ കൊണ്ടുവന്നിരിക്കുക. അപ്പം മരണം വരെ നടന്നിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത് സമ്മാനങ്ങളോടെ കൊണ്ടുവന്നിട്ടുണ്ട്. കൊടുക്കാം. AC റൂമിലൊന്നും ഇരുന്നാൽ പോരാ, സാധാരണ ജനങ്ങളുടെ കാര്യങ്ങൾ മനസ്സിലാക്കാം. AC റൂമിൽ ഇരുന്നാൽ പോരാ. ഇരിക്കാം. പുല്ലൂർ നഗരസഭയിലെ 10 ഏക്കർ വാർഡിലെ ഒരു പഴയ കൗൺസിലറാണ്. എൻ്റെ ഒരു ഷൈൻ ബാബു എന്നാണ്. നമ്മുടെ കേരള കോൺഗ്രസ് ബി പുല്ലൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് കൂടിയാണ്. ഇപ്പം നമ്മളെ ചൊടിപ്പിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ, കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് മൈനാഗപ്പള്ളിയിലുള്ളൊരു പയ്യൻ നമ്മുടെ പൈനാപ്പിൾ ജംഗ്ഷൻ സിംഫണി ഓഡിറ്റോറിയത്തിന്റെ ഫ്രണ്ടിൽ സൈഡ് കൊടുക്കുന്ന വഴി ഒരു മരണക്കുഴിയിലോട്ട് പോയി ഒരു കൊച്ചു പയ്യൻ ആക്സിഡന്റിൽ മരിക്കുകയുണ്ടായി. അപ്പോഴെങ്കിലും നമ്മൾ വിചാരിച്ചു ഇവരുടെ ഈ അധികാരികളുടെ കണ്ണു തുറക്കുമെന്നാണ് നമ്മൾ കരുതിയത്. ഒരു രക്ഷയില്ല. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ചെമ്മന്തൂർ തൊട്ട് പുല്ലൂർ SN കോളേജ്, പൈനാപ്പിൾ ജംഗ്ഷൻ, 10 ഏക്കർ സ്വാഗതമുക്ക്, ഇളമ്പൽ ഭാഗത്തോട്ട് പോകുമ്പോൾ ആ ദേശീയപാതയുടെ കൊല്ലം തിരുഭാഗങ്ങളിലുമുള്ള കാടുകൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി, നിങ്ങൾക്ക് മനസ്സിലാവും. ഒരാൾ പൊക്കത്തിലാണ് കാടുകൾ കിടക്കുന്നത്. അത് വെട്ടിത്തെളിക്കാനോ അതിന്റെ ഓടകൾ ക്ലീൻ ചെയ്ത് മഴവെള്ളത്തിന്റെ ഓടയിലൂടെ വെള്ളം പോലും പോകാൻ പറ്റാത്ത രീതിയിൽ മണ്ണ് കയറി കിടക്കുകയാണ്. ആ ഓടയൊന്ന് ക്ലീൻ ചെയ്യാൻ പോലും ഇവിടുത്തെ നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് ഇത് പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ, ഒരു മരണം വന്നിട്ട് പോലും അത് പറ്റത്തില്ല, ഇതിന്റെ അധികാരികൾ കണ്ണു തുറക്കത്തില്ലെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ആ കാടുകൾ വന്ന് നോക്കൂ, നിങ്ങൾ ഓടയൊന്ന് വന്ന് നോക്കൂ. അതുപോലെ തന്നെ ഈ കാടുകൾ വളർന്നു കിടന്നാൽ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ മാലിന്യം കൊണ്ട് നിറഞ്ഞു കിടക്കുകയാണ്. സാമൂഹ്യ വിരുദ്ധന്മാർ, പച്ച വാക്കിൽ പറഞ്ഞാൽ അങ്ങനെ പറയാൻ പറ്റൂ, സാമൂഹ്യ വിരുദ്ധന്മാർ ഈ കാട് കിടക്കുന്നതുകൊണ്ട് മാലിന്യങ്ങൾ മൊത്തവും അവിടെ കൊണ്ട് ഇടുകയാണ്. അതിനെതിരെ എന്ത് ആക്ഷനാണ് ഇവരെടുക്കുന്നത്? ഈ കാടുകൾ കിടക്കുന്നതുകൊണ്ടല്ലേ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത്? അതുകൊണ്ട് നമ്മുടെ ഒരു ആവശ്യം എന്ന് പറഞ്ഞാൽ ഓട ക്ലീൻ ചെയ്യുക, കാട് വെട്ടിത്തെളിക്കുക, അതുപോലെ തന്നെ മരണക്കുഴികൾ. എന്തായിരുന്നാലും ആ പ്രതിഷേധത്തിന് അഭിനന്ദനം. കാര്യം പ്രതിഷേധത്തിലൂടെ ആണല്ലോ ജനങ്ങളുടെ ബുദ്ധിമുട്ട് ബന്ധപ്പെട്ടവരെ അറിയിക്കാൻ പറ്റുന്നത്. കടലാസിൽ എഴുതി കൊടുക്കുന്ന പരാതികൾ വാങ്ങി മേശപ്പുറത്ത് വെച്ചിട്ട് വാങ്ങിയിട്ടുണ്ട്, ഉടനടി നടപടി ഉണ്ടാകും എന്ന് പറയുമ്പോൾ കാത്തിരുന്ന് പല ജീവനുകൾ ഒടുങ്ങിയിട്ടും അവർക്ക് അതിലൊന്നും തിരിഞ്ഞു നോക്കാൻ സമയമില്ല. നഷ്ടപ്പെടുന്ന ജീവനുകൾക്ക് ഒരു വിലയും കൽപ്പിക്കുന്നില്ല.
അങ്ങനെയാണ് ഗതികെട്ട് ഇങ്ങനെ ഒരു പ്രതിഷേധവുമായി ആ ചെറുപ്പക്കാരൻ രംഗത്തെത്തിയത്. അതിന്റെ ഭാഗമായിട്ടെങ്കിലും ഇനിയിപ്പോ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ കണ്ണ് തുറക്കുന്നെങ്കിൽ തുറക്കട്ടെ. കാര്യം ജനങ്ങൾക്ക് വേണ്ടിയാണല്ലോ ഇതെല്ലാം നിർമ്മിക്കുന്നത്. അവർക്ക് ബുദ്ധിമുട്ടില്ലാതെ യാത്ര ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങൾ ഉണ്ടാക്കാതെ അവരുടെ നികുതി പണമെടുത്ത് അവർക്ക് തന്നെ പുതിയ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പോൾ അവരുടെ ജീവനെ അപകടപ്പെടുത്താതെ അതിനു വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ കൂടി ഉണ്ടാക്കി കൊടുക്കാതെയുള്ള ഈ നിർമ്മാണ പ്രവർത്തനം അത് ഇപ്പോൾ തെക്കൻ കേരളത്തെ സംബന്ധിക്കുന്നിടത്തോളം ജനങ്ങളുടെ ജീവൻ വെച്ചുള്ള കളിയായി മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിന്റെ ഒരു ഒറ്റപ്പെട്ട പ്രതിഷേധമാണെങ്കിൽ പോലും അതെല്ലാം നാട് മനസ്സിലാക്കേണ്ടതാണ്. അത്തരം പ്രതിഷേധങ്ങൾ കൂടുതൽ കൂടുതൽ ഉയർന്നു വരേണ്ടതാണ്. റോഡ് നിർമ്മാണമോ വികസനമോ വേണ്ട എന്നൊന്നും ആരും പറയില്ല. പക്ഷേ ആ വികസനത്തോടൊപ്പം തന്നെ ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് ബുദ്ധിമുട്ടുണ്ടാകാതെയും അവരുടെ യാത്രകൾ ദുരിതപൂർണമാക്കാതെയും അല്ലെങ്കിൽ ദുരന്തങ്ങൾക്ക് അവസരമുണ്ടാക്കാതെ അതിനുവേണ്ട മുൻകരുതൽ എടുത്തിട്ട് ചെയ്യുന്നത് നല്ല പ്രവർത്തനമാണ്. ഇതെന്താണ് ഈ നടക്കുന്നത്? ദേശീയപാതയിലൂടെ സഞ്ചരിക്കുന്ന ഏതെങ്കിലും മനുഷ്യർക്ക് ആ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളിൽ സംതൃപ്തിയുണ്ടോ? നിർമ്മാണം പൂർത്തീകരിച്ചിടത്തൊക്കെ യാത്ര ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഓക്കെ, പക്ഷേ പൂർത്തീകരിക്കാത്ത ഇടങ്ങളിലൊക്കെ ജനം അനുഭവിക്കുന്നത് നരകയാതനയാണ്. അതിനെതിരെ ഇത്തരം പ്രതിഷേധങ്ങൾ ഉണ്ടാവുമ്പോൾ അതിൽ ഇടപെട്ട് അടിയന്തര പരിഹാരം കാണുമെന്ന് നമുക്ക് ആശിക്കാം.